പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഡിവോഴ്സ് വേണം എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഇഷ. മാത്രവുമല്ല, തനിക്ക് തന്റെ തീരുമാനം മാറ്റാൻ താല്പര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് റാം മോഹൻ. ഇതോടെ റാം മോഹൻ തന്റെ തീരുമാനം അറിയിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് വരികയാണ്. ഞാൻ എന്തായാലും ഈ ഡിവോഴ്സ് നടത്താൻ സമ്മതിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. അവൾ ഒറ്റയ്ക്ക് ഈ തീരുമാനം എടുത്താൽ മതിയോ? അതെങ്ങനെ ശരിയാകും എന്നുള്ള കാര്യവും ചോദിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ്. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ചിന്തയാണ് ഇഷയുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനിടയിൽ തിരിച്ചടികൾ ലഭിക്കുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് തന്റെ തീരുമാനവുമായി മുന്നിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് രാഹുൽ. എന്തൊക്കെ സംഭവിച്ചാലും ഈ ഡിവോഴ്സ് നടക്കരുത്, ഈ ഡിവോഴ്സ് തടയുക തന്നെ വേണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുകയാണ് ഇപ്പോൾ രാഹുൽ. പക്ഷേ എടുത്തു ചാടി ചെയ്യുകയല്ല, എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് വേണം കാര്യങ്ങൾ നടത്താൻ എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത്. ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി റാം മോഹന്റെ അടുത്തേക്ക് രാഹുൽ ചെല്ലുന്നത്. മാത്രവുമല്ല, ഇതേ തുടർന്ന് റാം മോഹനോട് അവളുടെ ഇഷ്ടം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ അങ്കിൾ, ഞാൻ ഒരു തടസ്സമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് എനിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ് അങ്കിൾ. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അവൾ ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനം അല്ല ഇത്, ഞങ്ങളും കൂടി ഉൾപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ മോന് ഇങ്ങനെ ഒരു അപമാനം വരുത്തി വെച്ചുകൊണ്ട് അവൾ ഈ തീരുമാനത്തിൽ നിൽക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിവാഹം ഡിവോഴ്സിന്റെ വക്കിൽ എത്തിക്കുകയില്ല. മോൻ ധൈര്യമായിരിക്കൂ, നിന്റെ കൂടെ ഞാനുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അയാൾ. ഇതിലൂടെ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാൻ തീരുമാനിച്ച് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ. പക്ഷേ ഇതേ തുടർന്ന് ഇഷയെ ചെന്ന് കാണുന്ന ഇഷയുടെ അച്ഛൻ കാര്യങ്ങൾ നീ വിചാരിച്ചതുപോലെ മാത്രം നടക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു. ഒരിക്കലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ഇങ്ങനെ ആവുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഈ വിവാഹം ഡിവോഴ്സ് ചെയ്യുവാൻ ഞാൻ അനുവദിക്കുകയില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞത് കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഇഷ, അത്രയധികം കാര്യങ്ങളാണ് നിങ്ങളുടെ മരുമകൻ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് അതെല്ലാം ശത്രുക്കൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. നീ അതൊന്നും കേട്ട് വിഷമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ശത്രുക്കൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നീ അവരുടെ ചതിയിൽ വീണു പോകരുത് എന്നാണ് എനിക്കിപ്പോൾ നിന്നോട് വ്യക്തമാക്കാനുള്ളത്. കാര്യങ്ങൾ മനസ്സിലാക്കി നീ മുന്നിലേക്ക് പോകണം. അല്ലാതെ വെറുതെ ഇങ്ങനെ കണ്ടവർ പറഞ്ഞത് വിശ്വസിക്കുകയല്ല വേണ്ടത്. അവർ പറഞ്ഞതിന് എന്ത് തെളിവാണ് ഉള്ളത്? അതിന് വല്ല തെളിവുമുണ്ടോ? ഇത് ചോദിച്ചതിനെ തുടർന്ന് കൃത്യമായ തെളിവുണ്ട് എന്ന് പറയുകയാണ് ഇഷ. പക്ഷേ അത് അഭിഷേക് കെട്ടിച്ചമച്ചതാകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നീ ആ ചതിയിൽ വീണു പോകരുത്. നീ
കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത് എന്ന് റാം മോഹൻ പറഞ്ഞതിനെ തുടർന്ന് അച്ഛനോട് ഇനി സത്യങ്ങൾ പറയേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇഷ. ഇതേ തുടർന്നാണ് ഇഷ മൂടിവെച്ച ആ രഹസ്യം എല്ലാവരും അറിയാൻ പോകുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.